തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പിച്ച കൊടുത്തു കഴിഞ്ഞാൽ കേരള ജനത വോട്ട് ചെയ്യുമെന്നാണോ രാഹുൽ ഗാന്ധിയും സംഘവും വിചാരിക്കുന്നത് സർ? അതിപ്പോ 2016 അല്ല 2021 നമ്മുടെ മുഖ്യമന്ത്രി കിറ്റ് കൊടുത്ത് വോട്ട് മേടിച്ചില്ലേ? ഇല്ലേ? കിറ്റ് കൊടുത്ത് അതുപോലെ ഇത് അത് പക്ഷെ എന്തെങ്കിലും ഉണങ്ങിപ്പുഴുത്ത കടലയും പിന്നെ ശർക്കരയും കുറച്ച് പഞ്ചസാര അരിയും ഒക്കെ ചേർത്ത് കൊടുത്തു എന്നാണ് പറയണത്. അത് മേടിച്ചിട്ട് ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന് ഇവിടെ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ അവർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ നിഷേധിക്കണമൊന്നുമില്ല. പക്ഷേ ഇത് വനിതകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര KSRTC-യിൽ, പിന്നെ അതേപോലെ കോളേജ് വിദ്യാർത്ഥിനികൾക്കൊക്കെ മാസം 1000 രൂപയോ മറ്റേ സ്കോളർഷിപ്പോ പെൻഷനോ എന്താ, അതായത് 5 എണ്ണമാണ്, 5 പിച്ചയാണ്. ഒന്ന്, KSRTC-യിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക്, ക്ഷേമ പെൻഷൻ 3000 ആക്കും. മറ്റൊന്ന്, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. കൂടാതെ യുവാക്കളെ ലക്ഷ്യമിട്ടിട്ട് സംരംഭം തുടങ്ങാനായിട്ട് 5 ലക്ഷത്തിന്റെ പലിശരഹിത വായ്പയുണ്ട്. വയോജന ക്ഷേമത്തിന് പ്രത്യേകം വയോജന വകുപ്പ് തന്നെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവിടെ യുവാക്കൾ ആരും ഇല്ല, അപ്പൊ പിന്നെ 5 ലക്ഷം കൊടുക്കണ്ടല്ലോ സർ. യുവാക്കൾ മുഴുവൻ ജോലി അന്വേഷിച്ച് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത്, പ്രസംഗത്തിൻ്റെ 80% അദ്ദേഹം നരേന്ദ്രമോദിയെയാണ് കുറ്റം പറഞ്ഞത്, BJP തന്നെയാണ് കുറ്റം പറഞ്ഞത്, RSSനാണ് കുറ്റം പറഞ്ഞത്. അതൊന്ന്. പിന്നെ ബാക്കി കുറച്ച് പിണറായി വിജയനെ എന്തൊക്കെയോ പറഞ്ഞു. അത് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ. കാരണം അദ്ദേഹത്തിന് പിണറായി വിജയന് നല്ല ഭയമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് പിണറായിനെ മാർക്സിസ്റ്റ് പാർട്ടീനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും കൊടുക്കും എന്നുള്ള പേടി അദ്ദേഹത്തിനുണ്ട്. ഈ എന്താ, ഇദ്ദേഹത്തെ 50 മണിക്കൂർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു രാഹുൽ ഗാന്ധിയെ. ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. ഇപ്പൊ അദ്ദേഹം ജാമ്യത്തിലാണെന്നുള്ള കാര്യം അറിയോ? നാഷണൽ ഹെറാൾഡ് കേസിൽ അയാളുടെ അമ്മയും പ്രതികളാണ്. അവര് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഈ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണം മുഴുവൻ. അത് മറക്കരുത് കേട്ടോ. എന്നിട്ട് പറയണ എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു, എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണില്ല എന്ന്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇദ്ദേഹം പറയുന്ന ആൾക്കാരെയാണോ ചോദ്യം ചെയ്യണം? അവർ അന്വേഷണം നടത്തി ചോദ്യം ചെയ്യേണ്ടവർ അവർ ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്യും. അത് പോട്ടെ. അത് ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇന്നലെ കേട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഭിക്ഷയാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി. ഈ നരേന്ദ്രമോദിയോടുള്ള വെറുപ്പും നരേന്ദ്രമോദിയോടും ഭാരതീയരോടുള്ള വെറുപ്പിന് അപ്പുറത്ത് അദ്ദേഹത്തിന് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു അജണ്ടയും വെക്കാനില്ല. പിന്നെ ശബരിമലയെ പറ്റി എന്തോ പറഞ്ഞു. അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ തന്നെ കുഴി ചാടുന്ന അദ്ദേഹത്തിന് അറിയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് രാവിലെ അദ്ദേഹം IT വിദഗ്ധരുമായി ചർച്ച നടത്തിയത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, അഭിമാനം തോന്നി. അദ്ദേഹം സംസാരിച്ച പോലെയൊക്കെ സംസാരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്നറിയാൻ ഞാൻ വെല്ലുവിളിക്കുകയാണ് നരേന്ദ്രമോദിയെ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ തന്നെ പറഞ്ഞത്. അതായത് ആശാരിയേക്കാളും വലിയ ആളാണ് ശിഷ്യനെന്ന് അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തു. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്താണ് IT വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് അവർക്ക് എന്താണ് അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്നറിയാൻ വേണ്ടി ഞാൻ പത്രങ്ങളിലൊക്കെ നോക്കി. പുതിയതായിട്ട് ഒന്നും കണ്ടില്ല. സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എയറോസ്പേസിന്റെ സംരംഭകനായിരുന്നേനെ എന്നാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞു കളഞ്ഞത്. ഭാഗ്യം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്ന് ഒരു കണക്കിന് നന്നായി. കാരണം ഈ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന വിമാനം പറപ്പിച്ചുകൊണ്ട് പോയ ആൾക്കാർ ഏത് ഗതിയിൽ എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല. ഈ അദ്ദേഹം വ്യോമയാനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിങ്ങളുടെ BA ഇക്കണോമിക്സ് പാസ്സായി. പിന്നെ അവിടെ പോയി ഇംഗ്ലണ്ടിലൊക്കെ പോയി കുറേ കറങ്ങി. അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇംഗ്ലണ്ടിലാണല്ലോ പോയിട്ട് സീനിയർ കേംബ്രിഡ്ജ് പരീക്ഷ പാസ്സായി എന്ന് പറയണം. അമ്മ കേംബ്രിഡ്ജിൽ നിന്നും പാസ്സായി എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് എഴുതി
കൊടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ എന്താണ് ഇദ്ദേഹം അല്ല ഹാർവാർഡിൽ ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം അറിയുള്ളൂ. ഏതായാലും എയറോസ്പേസ് ആയിട്ടും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക, അദ്ദേഹം പറഞ്ഞത് കേൾക്കുകയാണ്. ഭാഗ്യം ഒരു കണക്കിന് നോക്കി അദ്ദേഹം രാഷ്ട്രീയത്തിലാണ് നിൽക്കട്ടെ. കാരണം ഇനിയും പോയി വല്ല എയറോസ്പേസ് ഇത് തുടങ്ങിക്കഴിഞ്ഞാലത്തെ കാര്യമൊന്നും ആലോചിച്ച് നോക്കി. ബിജെപിയുടെ ഐശ്വര്യമാണ്. അത് പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ട് ട്രംപുമായിട്ട് എന്താണ് ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഒപ്പിട്ടതായിട്ട് നമുക്കറിയില്ല. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരു കരാറിൽ ഒപ്പിടും എന്നുള്ള കാര്യം പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. കരാറിൽ ഒപ്പിട്ടിട്ടില്ല. അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കണേ ഉള്ളൂ. പിന്നെ കാർഷിക മേഖലയിൽ മുഴുവൻ അമേരിക്കയിലെ വൻകിട ഭീമന്മാരിവിടെ വന്ന് ഇവിടുത്തെ ഉള്ള കർഷകരെ മുഴുവനും തിന്നുകളയും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അവർ വരണത് എന്തിനാന്ന് വെച്ചാൽ അവരുമായിട്ടുള്ള അഗ്രിമെന്റ് ഒപ്പിടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെക്കനൈസ്ഡ് വസ്തുക്കളുണ്ട്, അമേരിക്കയുടെ ഉപകരണങ്ങളുണ്ട്. അത് മുഴുവനും ഇന്ത്യയിലെ കർഷകർക്ക് ലഭ്യമാക്കാനായിട്ടുള്ള സംവിധാനമാണ് അവർ നോക്കുന്നത്. നമ്മൾ കൂടുതലും ഈ ഇപ്പോഴും ക്രൂഡ് വേ ഓഫ് ഡൂയിങ് തിങ്സ് നമ്മുടെ ഫാം സെക്ടർ കോൺഗ്രസ് ഭരണകാലം കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എവിടെയാണോ അഗ്രികൾച്ചർ 1947 ഉണ്ടായിരുന്നത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആകെ കൂടിയുള്ള ഈ എന്താ പറയുക രാസവളം മാത്രം എന്താ പറയുക അവർ ഇടക്കാലത്ത് കൊണ്ടുവന്നു. ആ രാസവളം കൊണ്ട് കൂടുതൽ ദുരന്തങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാർ, ഈ താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പോലും അമേരിക്കയ്ക്ക് നമ്മളോട് ശരിക്കും ശത്രുത തോന്നാനുള്ള ഒരു കാരണം എന്ന് തോന്നുന്നത് ഈ കാർഷിക മേഖല അവർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തില്ല എന്നുള്ളതല്ലേ. ക്ഷീരമേഖലയും അതുപോലെ തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയ ബ്ലണ്ടർ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി എതിർക്കുക, വിമർശിക്കുക, ഭരണകക്ഷി എന്ത് ചെയ്താലും അതിനെ കുറ്റം പറയുക, നല്ലതൊന്നും ഒരിക്കലും പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ കരാറിനെ കുറിച്ചിട്ട് കരാറിൽ എന്തൊക്കെയാണ് വിഷയങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ കരാറിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കണം. അത് അദ്ദേഹത്തിൻ്റെ ഈ ഉപദേശകർ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ചെയ്തിട്ടില്ല. ഇദ്ദേഹം എന്തോ പോയ കോടാലി പോലെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. കുറേ നാൾ അദ്ദേഹം റഫാൽ വിമാനത്തിൻ്റെ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. കുറേ നാൾ ജഡ്ജ് ലെവയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു. ഇതെല്ലാം എവിടെ പോയി? ഇപ്പോൾ അതൊക്കെ തീർന്നു. ഇപ്പോൾ അമേരിക്ക ഇന്ത്യ ഡീലും ഇറാൻ പ്രശ്നത്തിൽ ഇന്ത്യ പാലിച്ചിരിക്കുന്ന നിശബ്ദത, ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനറൽ ഇലക്ട്രിക് കമ്പനിയുടെ CEO അത് കേട്ട് അത്ഭുതപ്പെട്ടു പോയത് പോലും. ഈ രാജീവ് ഗാന്ധി 91 മരിക്കണത് അല്ലേ? 91 മരിക്കുന്നത് രാജീവ് ഗാന്ധി മറ്റേ ശ്രീ പെരുമ്പുദൂറിൽ വെച്ചിട്ട്. അന്നൊന്നും ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള വാക്ക് നമ്മുടെ ഇന്ത്യൻ നെറേറ്റീവിൽ ഉണ്ടായിരുന്നില്ല, ലോകത്ത് ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 94-95 പീരീഡ് ആയപ്പോഴാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ളത് ഒരു സുനാമി പോലെ വന്ന് ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ എന്താ പറയുക ഒരു പുതിയ മേഖലയായിട്ട് വന്നത്. അപ്പോൾ അതിന് തുടക്കമിട്ടത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണെന്നാണ് പറയണത്. പിന്നെ മൊബൈൽ ഫോണിന് ഇന്ത്യയിൽ വരാനുള്ള കാരണം രാജീവ് ഗാന്ധിയാണെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. മൊബൈൽ ഫോൺ ഇന്ത്യയിൽ വരുന്നത് 96-ലോ 97-ലൊക്കെയാണ്. രാജീവ് ഗാന്ധി 91 മരിച്ചുപോയി. അതായത് 7 വർഷം 6 ഒക്കെ എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മറ്റേ അമേരിക്കയിലും മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ മൊബൈൽ ഫോണും മറ്റേ സാറ്റലൈറ്റ് ഫോണൊക്കെ 96-97 പീരീഡിൽ വളരെ കോമൺ ആയിരുന്നു. ഇവിടെ അത് കുറച്ച് സമയം എടുത്തു ഇവിടെ വരാനായിട്ട്. പക്ഷെ അതിന് രാജീവ് ഗാന്ധിക്ക് റോളൊന്നുമില്ല. രാജീവ് ഗാന്ധി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടെലിഫോൺ ആക്സസിബിലിറ്റി, ടെലിഫോൺ അവൈലബിലിറ്റി കുറച്ച് എന്താ പറയുന്നത് ഒരു കൂടുതലാക്കി. ഇപ്പം പണ്ടൊക്കെ നമുക്ക് ടെലിഫോൺ ചെയ്യാനായിട്ട് വീട്ടിലാണെങ്കിൽ നമുക്ക് പ്രത്യേകം എഴുതി കൊടുക്കണം, ഫോണിൽ STD ഫെസിലിറ്റി ഒക്കെ വേണം എന്നുള്ളത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ അന്ന് അവർ ഈ പ്രൈവറ്റ് കോൾ സെൻറ്റേഴ്സ് PCO പ്രൈവറ്റ് കോൾ ഓഫീസസ് തുടങ്ങി. മുറുക്കാങ്കട പോലെ PCOs വന്നു. അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ഒരു സംഭാവന തന്നെയാണ്. സംഭാവന മീൻസ് ഇന്ത്യക്കകത്ത് C.DOT എന്നൊക്കെ പറഞ്ഞ്
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു എന്താ സംവിധാനം ഉണ്ടായിരുന്നു. അവർ കൊണ്ടുവന്നു. അങ്ങനെ PCOs, ടെലിഫോൺ ഡെൻസിറ്റി വളരെയധികം വർദ്ധിപ്പിച്ചു. അതിൽ ശരിയാണ്. പക്ഷെ ബാക്കി ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കണം മുഴുവൻ ശുദ്ധ ബോഷ്കാണ്. ശുദ്ധ ബോഷ്ക് എന്ന് ഈ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ തിരുത്താനായിട്ട് മുതിർന്ന നേതാക്കളെങ്കിലും മുതിരണ്ടേ? അതുപോലും ചെയ്യുന്നുമില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കുഴി ചാടിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. എല്ലാവർക്കും അറിയാം ഇദ്ദേഹം പറയണ മുഴുവൻ മണ്ടത്തരാണെന്ന്. പക്ഷെ അത് മുഴുവൻ കൈയടിച്ച് ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥൻ പറയണ, അദ്ദേഹത്തിന് എന്ത് അറിവാണെന്നറിയാം, എന്ത് പാണ്ഡിത്യമാണെന്നറിയാമോ, ലോകത്തിലിറങ്ങുന്ന എല്ലാ കാറുകളെക്കുറിച്ചും എല്ലാ വിമാനങ്ങളെക്കുറിച്ചും എല്ലാ റോക്കറ്റുകളെക്കുറിച്ചും എല്ലാ കപ്പലുകളെക്കുറിച്ചും അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമാണുള്ളത്. ഏത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചോളൂ, നരേന്ദ്രമോദി സ്വപ്നം കാണാൻ പറ്റാത്ത വിഷയങ്ങൾ വരെ അദ്ദേഹം വളരെ ലളിതമായിട്ടത് പറഞ്ഞു തരും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പറയുന്നത്. സാറി തിരിച്ച് ഈ 5 പ്രഖ്യാപനം വന്നല്ലോ. നമ്മൾ അതങ്ങനെ പറഞ്ഞു എങ്കിൽ പോലും ഈ 5 പ്രഖ്യാപനം തിരഞ്ഞെടുപ്പെത്തിരിക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് വന്നിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ജനം അതെങ്ങനെ എടുക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. ജനത്തിന്റെ ഉള്ളിലേക്ക് ഇത് ആഴത്തിൽ കയറുമോ, അതോ ഇപ്പോഴുള്ള LDF ഗവൺമെന്റിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുന്നുണ്ടോ? സത്യത്തിൽ UDF ക്യാമ്പില് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ അവരൊരു ഈസി വോക്ക് ഓവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ അത് നടപ്പാകുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഭയമുണ്ടോ? അതുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾക്ക് പൈസ തരാം, TV തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് പിന്തുടരുന്നത്? ഇത് ഒരു വിത്തൗട്ട് എനി റൈഡേഴ്സ് ആണ് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ്, അതായത് നിബന്ധനകളില്ലാതെയാണ് ഇങ്ങനെയുള്ള ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ നമുക്ക് അത് ഗൗരവമായിട്ട് എടുക്കാം. ഇതിപ്പോൾ പറഞ്ഞിരിക്കണേ എല്ലാ വിദ്യാർത്ഥിനികൾക്കും 1000 റുപ്യ പ്രതിമാസ സ്കോളർഷിപ്പ്, വനിതകൾക്ക് 3000 രൂപ. ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു അധികാരത്തിൽ വന്നവർ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാമോ? അവിടെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കുന്നത്. നമ്മളെല്ലാ പരസ്യങ്ങളിലും കാണാറില്ലേ, ഈ എന്താ പറയണ, ഈ ഒരു ടെലിവിഷന് 20,000 രൂപ, 40,000 രൂപ വിലയുള്ള ഒരു ടെലിവിഷനാണ് ഞങ്ങൾ 20,000 രൂപയ്ക്ക് നൽകണമെന്ന്. എൻ്റെ ഏറ്റവും അവസാനം ആരും കാണാത്തടുത്ത് ഒരു ചെറിയ ലൈൻ ഇട്ടിട്ടുണ്ടാവും, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട്. അതേപോലെയുള്ള സൂത്രങ്ങളാണ് ഈ പരസ്യം മുഴുവനും. ഇവർ പറയാൻ പോണ എന്താ, ഈ 3000 രൂപ പെൻഷനൊന്നും ഇവർ നടപ്പിലാക്കാൻ പോകുന്നില്ല. മാത്രമല്ല ഖജനാവ് കാലിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അവർ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, ഈ ഭരണവിരുദ്ധ തരംഗം ഉണ്ടെന്ന് പറയുന്ന ശുദ്ധ നുണയാ. അങ്ങനെ ഒരു ഭരണവിരുദ്ധ തരംഗമൊന്നും കേരളത്തിലില്ല. കമ്മ്യൂണിസ്റ്റുകാർ കള്ളന്മാരാ. BJPക്കാരെ ഒഴിച്ചു നെറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ, കാരണം അവർക്ക് കക്കാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. അവർ പ്രൂവ് ചെയ്യണം ഞങ്ങൾ കള്ളന്മാരല്ല എന്ന്. കോൺഗ്രസ്സുകാരും CPMകാരും ഭരിക്കുമ്പോൾ എന്താ ഇഷ്ടംപോലെ അഴിമതി നടക്കുന്നുണ്ട്, ഇഷ്ടംപോലെ അഴിമതി നടക്കുന്നുണ്ട്. അത് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഇത് പിന്നെ ഇവിടെ ഭരണവിരുദ്ധ തരംഗമൊന്നും ഇല്ല. കാരണം അങ്ങനെ ഒരു വലിയ ദുരന്തമൊന്നും കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അല്ല 10 വർഷമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടില്ല. കേരള ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകാവുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. മിന്നൽ ബ്രാൻഡി വരെ കൊടുത്തു തുടങ്ങി. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? എല്ലാവരും മിന്നൽ ബ്രാൻഡി മേടിച്ച് കുടിക്കണം. അതും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് പൈസ നറുക്കെടുത്ത് ആർക്കെങ്കിലും സമ്മാനം കിട്ടിയോന്ന് എനിക്കറിയില്ല. പിന്നെ ഗവൺമെൻറ് തന്നെ പറയണ്ടല്ലോ, മദ്യത്തിൻ്റെ ലഭ്യത വളരെ എന്താ പറയണേ ഈസി ആക്കിയിട്ടുണ്ട്. ബാറുകളുടെ എണ്ണമൊക്കെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സാർ, ഈ 2 ടേമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഇവർക്ക് ഈ ഭരണത്തിലേക്ക് വരണമെന്നുള്ളത് ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാകാം. പക്ഷെ അതിന് വേണ്ടുന്ന പ്ലാൻ ചെയ്യുമ്പോൾ ആ ഒരു പ്ലാൻ ചെയ്യാൻ, ഒരു സംസ്ഥാനത്തെ എങ്ങനെ കൈപ്പിടിയിലാക്കാം എന്നുള്ള ഒരു പ്ലാൻ ചെയ്യാൻ പോലുമുള്ള ബുദ്ധിയില്ലാത്ത ഒരു ആളായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് മാറുന്നുണ്ട്. രാഹുൽ ഗാന്ധി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ അവർ ഓടിപ്പോയി ജമാഅത്തെ ഇസ്ലാമിയായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ട് SDP ആയിട്ട് സഖ്യം ഉണ്ടാക്കി. അപ്പോൾ ഒരു കാര്യം ഷുവറാണ്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരൊക്കെ UDFന് വോട്ട് ചെയ്യും, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും. കാരണം അവരുടെ വേണ്ടപ്പെട്ടവരെ മുഴുവൻ അവർ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അത് മതിയെന്ന് വെച്ചിട്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി അധികാരത്തിൽ വന്നാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരാണല്ലോ അനുഭവസ്ഥർ, അവരാണല്ലോ, അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇപ്പം ഞാൻ കേട്ടത് കാന്തപുരം APP മുസ്ലിയാരോ AP മുസ്ലിയാരെ
കൂടെ നിർത്താൻ വേണ്ടി അബൂബക്കർ മുസ്ലിയാർ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമം നടത്തി, അവരുമായിട്ട് ചർച്ച നടത്തി. കാരണം അദ്ദേഹം പോയി പ്രധാനമന്ത്രിനെയൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു ചെറിയ സംശയം, ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ മുസ്ലിയാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. അതുണ്ടാവും. അതല്ലാതെ ക്രിയാത്മകമായിട്ടുള്ള ഒരു സജഷനും അതല്ലെങ്കിൽ ഒരു നടപടിയും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF നിന്നും ഉണ്ടായിട്ടില്ല. ഈ ഇതുപോലെ വിവരം കുറഞ്ഞ പ്രസംഗം അത് മാത്രമാണ് രാഹുൽ ഗാന്ധിയും അവരുടെ കോൺഗ്രസ്സുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രജിത കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടിട്ടുണ്ടോ ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടതായിട്ടുള്ള ജോലിയാണോ പ്രതിപക്ഷം അവർ ചെയ്തിരിക്കുന്നത്? കേരളത്തിൽ എത്രമാത്രം സ്ത്രീ പീഡനങ്ങൾ അനുദിനം എന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്ന വനിതകളുടെ സുരക്ഷിതത്വമില്ലാത്ത ഒരു സംസ്ഥാനം കേരളമാണെന്ന് തോന്നുന്നു. സ്ത്രീധന മരണം അത്. അപ്പം നമ്മുടെ അന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ യൂണിവേഴ്സിറ്റികളിലെല്ലാം പോകുമ്പോൾ അവിടുത്തെ കുട്ടികളോട്, വിദ്യാർത്ഥികളോട് സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നുണ്ട് എന്നല്ല, MLA-മാരും തന്നെ കുടുങ്ങിയിരിക്കണം. ഇവർ വേറെ എന്തൊരു ഒരു ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന പോലെ ചെയ്യാം, വലിയ പ്രോമിസസ് ഒന്നും കൊടുക്കണ്ട, സാധാരണക്കാരൻ്റെ പ്രശ്ന പരിഹാരത്തിന് എന്ത് ചെയ്യും ഇവരും ഭരിച്ചിരുന്നാണല്ലോ ഇതിനു മുമ്പ്. 10 വർഷം മുമ്പ് അവർ ഭരിച്ചിരുന്നല്ലേ, അവർക്ക് അന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണോ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ കൊണ്ടുവരുന്നത്? ഇവർ ഭരിച്ചിരുന്നപ്പോഴും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് ആവശ്യമുണ്ടായിരുന്നില്ല, അവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കോൺഗ്രസ് കേന്ദ്രത്തിലും ഭരിച്ചിരുന്നു, കേരളത്തിലും ഭരിച്ചിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ ഇതുപോലുള്ള ബഹളം നടത്താനായിട്ടും ഇതുപോലെ എന്തെങ്കിലും നുണ പറയാനായിട്ടും കോൺഗ്രസ്സുകാർക്ക് സാധിക്കും. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകിച്ച് സാധിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റർപ്രനറായതിന് സ്പേസ് മറ്റേ എയറോസ്പേസ് ഇൻഡസ്ട്രി തുടങ്ങിയതിനെന്നൊക്കെ പറയും. തുടങ്ങാമായിരുന്നല്ലോ, അത് എന്തുകൊണ്ട് ചെയ്തില്ല അവരത്? ഇന്നലെ അയാൾ 30 മിനിറ്റോ 40 മിനിറ്റോ ആയിട്ട് പ്രസംഗിച്ചു. ശുദ്ധമായ വിവരക്കേടാണ് അയാൾ പറഞ്ഞത് മുഴുവനും. ഈ പറഞ്ഞത് എന്താണെന്ന് അങ്ങേർക്ക് തന്നെ അറിയില്ല. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കണ സമദാനി, രാഹുൽ ഗാന്ധി സംസാരിച്ചതൊന്ന്, സമദാനി ട്രാൻസ്ലേറ്റ് ചെയ്തത് വേറൊന്നും. ആ ലെവലായി. പണ്ട് ഇതേപോലുള്ള ഒരു ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടത് പണ്ട് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മുടെ PJ കുര്യൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തിയത്, പറ്റാനുള്ള അദ്ദേഹത്തിന്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ ഇതുകൊണ്ടൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ കാര്യം CPM-ലെ ആഭ്യന്തര കലാപങ്ങൾ CPM-നെ കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു വിന്നിങ് ഒരു അഗ്രസീവ്നെസ് UDF-ന് തീരെ കാണാനില്ല.